Hi friends, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഇൻസ്റ്റാഗ്രാമിലെ 5 കിടിലം ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അവരുടെ ബയോ വളരെ സ്റ്റൈലിഷ് ആയിട്ട് വളരെ നല്ല ഭംഗിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ബയോ വളരെ ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. igfound.io എന്നുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ നിന്നും ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്താണോ നിങ്ങൾക്ക് ബയോയിൽ ടൈപ്പ് ചെയ്യേണ്ടത് അതും ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മുഹമ്മദ് ജാബിർ പെരുവള്ളൂർ എന്ന് എഴുതുകയാണ്. നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ ബയോയിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോഡ് മോർ ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരുപാട് ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് നമുക്കിഷ്ടപ്പെട്ടത് എന്താണോ അത് ഇവിടെ സെലക്ട് ഓൾ അടിക്കുക, എന്നിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ കോപ്പി ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രൊഫൈലിൽ നമ്മുടെ ബയോ, ആദ്യമുള്ള ബയോ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ അവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകൾ മറ്റുള്ളവരിൽ നിന്നും അത് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈലിൽ നമുക്ക് ഏത് ഫോട്ടോയാണോ വീഡിയോ ആണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആർക്കൈവ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും ആ ഫോട്ടോ ഹൈഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി തിരിച്ച് ആ ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ആർക്കൈവിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകളിലുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഓൺ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വീണ്ടും ആ ഫോട്ടോ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിലുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ ആ ഫോട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടും തിരിച്ചെത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള, സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോകൾ അതല്ലെങ്കിൽ വീഡിയോകൾ നമ്മൾ അത് എങ്ങനെ ഒരു ഫോൾഡർ ആക്കി വെക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ മുകളിലെ സേവ്ഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ആണ് വേറെ ഫോൾഡർ ആക്കി വെക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് കളക്ഷൻ നെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കുക, പിന്നെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അതിൽ ആ ഫോൾഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റ് കളക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കവർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ പേര് മാറ്റാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ആ കളക്ഷൻ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എങ്ങനെ ഡിസപ്പിയറിംഗ് മെസ്സേജ് അയക്കാം, ഡിസപ്പിയറിംഗ് ഫോട്ടോസ്, വീഡിയോസ്, ടെക്സ്റ്റുകൾ എങ്ങനെ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജുകൾ അയക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പലർക്കും ഡിസപ്പിയറിംഗ് മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി DM സെക്ഷനിൽ നിങ്ങൾക്ക് ആർക്കാണോ ഡിസപ്പിയറിംഗ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് താഴെ കാണാം ഒരു ക്യാമറയുടെ ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ നിങ്ങൾക്ക് നോർമൽ എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും, ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്താണോ അയക്കേണ്ടത്, ടെക്സ്റ്റായിട്ട് അയക്കേണ്ടത്, അത് നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് അയക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്താൽ അതൊരു വീഡിയോ ആയി നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൻഡ് ചെയ്ത് അവരത് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതാണ്. അടുത്തതായിട്ട് എങ്ങനെ അൺടാഗ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുകൾ നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ടാഗ് ചെയ്ത് അയക്കും. ലൈക്ക് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ടാഗ് ചെയ്ത് അയക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും ഹൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനുവേണ്ടി ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈൽ സെക്ഷനിൽ ടാഗ് സെക്ഷനിൽ പോവുക, അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ടാഗ് ചെയ്ത ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഹൈഡ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് റിമൂവ് മീ ഫ്രം പോസ്റ്റ് എന്നുള്ളതും കാണാൻ സാധിക്കും, ഹൈഡ് ഫ്രം പ്രൊഫൈൽ എന്നുള്ളതും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഫോട്ടോ റിമൂവ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഹൈഡ് ചെയ്യാവുന്നതുമാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ആ ഫോട്ടോ ഹൈഡ് ചെയ്ത് മാറ്റി നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.